എന്റെ സ്നേഹം ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് തള്ളാന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇഷ്ടത്തിലായതിനു ശേഷം രണ്ടുപേരും തമ്മിൽ എത്ര നേരമാണ് നോക്കിക്കൊണ്ടിരിക്കുക? ഈ ഹഗ്ഗിങ്, ടച്ചിങ്, കിസ്സിങ് ഒക്കെ, പിന്നെ മറ്റേ കാര്യങ്ങളൊക്കെ. അയ്യോ, അങ്ങനെ ഒരുപാടുണ്ട്. ഐഡിയ. Hey Mahi, good news! You know what is the good news, huh? It's a good news. What? It's really a good news. You know that? എന്ത് ഗുഡ് ന്യൂസ്? എന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഓ, ഭയങ്കര ഗുഡ് ന്യൂസ് അല്ലേ ഇത്? എന്തൊരു ഗുഡ് ന്യൂസ് ആണ് ഇത്? നീ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നോണ്ടിരുന്നാലേ ഗുഡ് ന്യൂസ് പിന്നെ ഞാൻ പറയേണ്ടി വരും. ഹലോ, ഐ ആം ലിറ്റിൽ ബിസി. ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കേ, ബൈ. എന്താ ഉമ്മ വയ്ക്കാനാ? വേണ്ട. എത്ര ദിവസത്തേക്കാ ഇങ്ങനെ? എനിക്ക് നിന്നോട് ക്രിക്കറ്റ് കളിക്കണം. ഈ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളായിട്ട് കബഡി കളിക്കാനാ ഇഷ്ടം. നിനക്കെന്താ ക്രിക്കറ്റ് കളിക്കാൻ ഒരു ആഗ്രഹം? സന്തോഷമായി പോയിക്കൊണ്ടിരുന്ന എന്റെ പ്രണയത്തിനിടയിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ്. എന്താ മച്ചു, അനിയത്തേക്ക് എങ്ങനെയുണ്ട്? മച്ചു, നിന്നോടൊരു കാര്യം പറയട്ടെ. വേണ്ട, കേൾക്കാൻ ഒരു മൂഡില്ല. കേൾക്കാൻ മൂഡില്ലേ? ശരി, മൂടുള്ളവരോട് പറയാം. ഹലോ കസ്തൂരി, സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? ആ രവി, എനിക്ക് കേൾക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ അബിയില്ലേ, അവന്റെ ലവർ മഹീനെ പെണ്ണ് കാണാൻ വരിക. ചെറുക്കന്റെ ഭാഗത്തുനിന്ന് എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. അവിടെ സിഗ്നൽ എങ്ങനെയുണ്ട് കസ്തൂരി? ഇവിടെ സിഗ്നലിൽ ഡിസ്റ്റർബൻസ് ഉണ്ട്. എനിക്ക് ശരിക്കും കേൾക്കുന്നില്ല. അന്ന് എന്റെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയുമില്ല. ആ ടെൻഷനിൽ ഞാൻ സിഗരറ്റ് വലിച്ചുമില്ല, വെള്ളം അടിച്ചുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഉണ്ടാക്കി കഴിക്കുകയായിരുന്നു ചെയ്തത്. ആ സമയത്ത് ദോശക്കല്ലിൽ എണ്ണ ഒഴിച്ച ഒരു പുക വരില്ലേ, അതേപോലെ അവൾ അവിടെ വന്നു. ഫോൺ ചെയ്തിട്ട് എന്താ നീ എടുക്കാതിരുന്നേ? എടുക്കാനൊരു ബലമില്ലെന്നേ. അതൊക്കെ പോട്ടെ, ഞാൻ ഇവിടെയുള്ള നിന്നോട് ആരാ പറഞ്ഞ? കസ്തൂരി, എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ എന്താ വല്ലാതിരിക്കുന്നെ? വീട്ടില് ഗ്യാസ് തീർന്നുപോയി, അതുകൊണ്ടാ. അല്ല, നീ എന്താ നല്ലോണം ജോലിക്കുന്ന? എന്റെ വീട്ടിൽ എക്സ്ട്രാ സിലിണ്ടർ ഉണ്ട്, അതുകൊണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ സിലിണ്ടർ ഉണ്ടെങ്കിൽ വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടാവാൻ പോകുന്ന. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും ഫസ്റ്റ് നൈറ്റിൽ ആദ്യമായിട്ടെന്നേ പറയാൻ പാടുള്ളൂ. അപ്പൊ മാനം പോയാലും അറ്റ്ലീസ്റ്റ് മര്യാദയെങ്കിലും ഉണ്ടാവും. നോക്കു മഹി, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്റെ മനസ്സിലുള്ള ഫീലിങ്സ് എങ്കിലും മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു. നീ എന്തോ ടെൻഷനിലാന്നറിയാം. ഞാൻ ഇറങ്ങാണ്. ഞാൻ ഇറങ്ങാന്ന്. എത്ര പ്രാവശ്യം പറയാ ഓട്ടോയ്ക്ക് കൊടുക്കാൻ കാശ് വേണം നിനക്ക്? കസ്തൂരി, നിനക്ക് ഒരു പണിയൊന്നുമില്ലേ? ഞാൻ എന്താ ചെയ്യുന്നത്, എവിടെയാണെന്ന് എല്ലാം അവളോട് പറഞ്ഞോണ്ടിരിക്കണോ? അവളുടെ വീട്ടില് ഇന്ന് അവളെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞ്. അതുകൊണ്ടാ നിന്നോട് സംസാരിക്കണമെന്ന് വളരെ ടെൻഷനായി ചോദിച്ചത്. അതുകൊണ്ടാ പറഞ്ഞേ. നാക്കിൽ മുറിവേറ്റാൽ നല്ല വേദനയായിരിക്കും. അതേ നാക്കുകൊണ്ട് രണ്ട് ഹൃദയത്തെ വേദനിപ്പിച്ചാൽ അവർക്കത് ഒരുപാട് സങ്കടമായി മാറും. മഹിയോട് എത്രയും പെട്ടെന്ന് സോറി പറയണം. അന്ന് ഹോളി ആയിരുന്നു. മഹിയോട് സോറിയും പറഞ്ഞ് അവളോടൊപ്പം ഹോളി ആഘോഷിക്കാൻ ആഗ്രഹിച്ചു. മഹി, ഐ ആം സോറി. എന്താ നല്ല കൂളാണല്ലോ. ഗ്യാസ് സിലിണ്ടർ വന്നു അല്ലേ? ഫ്രീ ഡെലിവറിയാ. വല്ലപ്പോഴെങ്കിലും നീ എന്റെ ഫീലിങ്സ് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ചില കാര്യങ്ങൾ അടുത്തുള്ളതിനേക്കാളും ദൂരെ ഉള്ളപ്പോഴാ വാല്യൂ മനസ്സിലാവുക. Oh my God. കോരെങ്ങനെ പറഞ്ഞല്ലോ. ആരത്? എന്റെ ഏട്ടൻ. എന്ന് വെച്ചാ ആ കരാത്തെ ബ്ലാക്ക് ബെൽറ്റ്? സാരമില്ല, നിനക്ക് ഡിഗ്രി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ജോലി അന്വേഷിക്കാം. ഞാൻ എന്റെ വീട്ടുകാരോട് സംസാരിക്കാം. അത് പിന്നെ 1-2 സബ്ജക്റ്റ് ഞാൻ കാറ്റിലെ പറപ്പിച്ചു കളഞ്ഞു. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം പോയി. വീട്ടിൽ കാര്യം പറഞ്ഞാ വേണ്ടെന്ന് പറയാൻ ഈ ഒരൊറ്റ കാരണം മതി. ഇതിനോ? എന്റെ ഫ്രണ്ട് ഒരു പുതിയ കമ്പനി ഓപ്പൺ ചെയ്യാണ്. അതിലെനിക്ക് മാനേജർ പോസ്റ്റിംഗ് തരാന്ന് പറഞ്ഞിരിക്കുന്നത്. വിഷമേണ്ട കാര്യമില്ല. നീ ഹലോ, ജോലി വേഗം തീർക്കാനുള്ള തിരക്കില് എല്ലാവരും പരസ്പരം സഹായിക്കാനാ നോക്കുക. ആ ജോലി അങ്ങ് കഴിഞ്ഞാലേ എല്ലാവരും അവരുടെ പണി നോക്കി പോകും. പിന്നെ നമ്മൾ വേണം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ. ഹലോ, ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്ക് നോക്കാറിയാം. നിങ്ങൾ പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും മിസ് കോൾ തരുന്ന പെണ്ണ് സഡൻലി വരാൻ പറഞ്ഞപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഹായ് അബി, ഒരു കാര്യം ചെയ്താലോ? പറ. നമുക്ക് ഒളിച്ചോടാം. വേണ്ട, മരിച്ചു പോവാം. അബി, നീ ഒന്നും സീരിയസ് ആയി എടുക്കാത്ത എന്താ? അല്ലെങ്കിൽ എന്താ മഹി,
ഞാൻ നിന്നോട് ഒന്ന് എന്റെ അനിയത്തിയുടെ ജീവിതം. ഞാൻ നിനക്ക് വേണ്ടി എത്ര റിസ്ക് എടുക്കുന്നത്. നീ അനിയത്തെ കുറിച്ച് സംസാരിക്കുക. അവളെ വിട്ടേച്ച് എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. പ്ലീസ് മഹി, എനിക്ക് വേണ്ടി നിന്റെ വീട്ടിൽ ഒരു 2 years സമയം ഒന്ന് ചോദിക്കും പ്ലീസ്. അപ്പോഴത്തേക്ക് എനിക്ക് ജോലി എന്തായാലും കിട്ടും. അനിയത്തെ ഒരു നല്ല കുടുംബത്തിലേക്ക് പറഞ്ഞു വിടാൻ പറ്റും. നോ വേ, ചാൻസ് ഇല്ല. എന്റെ വീട്ടുകാരെ സമ്മതിക്കില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ കാണിക്കുന്ന ചെക്കനെ കല്യാണം കഴിച്ചു. അല്പം പോലും സീരിയസ്നെസ് ഇല്ലാത്ത നിന്റെ കൂടെ ജീവിക്കാതിരിക്കുന്നതാ നല്ലത്. അനിയത്തെ വിട്ടേച്ച് വരുന്നതാണോ നിന്റെ സീരിയസ്നെസ്? പ്ലീസ് മഹി, എനിക്ക് കുറച്ച് സമയം വേണം. അവൾ എത്ര ദൂരം വിളിച്ചാലും ഞാൻ പോവും. അങ്ങനെയുള്ളപ്പോ അവളോടൊപ്പം ജീവിക്കാൻ വിളിക്കുമ്പോ ഞാൻ പോവാതിരിക്കോ? എന്റെ സാഹചര്യം അവൾക്കൊന്ന് ആലോചിക്കായിരുന്നു. നമ്മൾ പ്രേമിക്കുന്ന കുട്ടി നമ്മുടെ അടുത്തില്ലാത്തപ്പോ എന്തുമാത്രം വിഷമമായിരിക്കുന്നത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ക്യാൻറ്റീനിൽ 2 കോഫി ഓർഡർ ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കുടിക്കായിരുന്നു. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഫിനാൻസ്, ഇൻഷുറൻസ്, മൊബൈൽ ഓഫേഴ്സ്, ഇത്രയൊക്കെ എന്തിനാ? കടം വാങ്ങിയവൻ്റെ അടുത്തുനിന്നും അങ്ങനെ എല്ലാവരുടെ ഫോൺ വരുന്നല്ലാതെ എന്റെ മഹീന്റെ അടുത്തുനിന്ന് ഒരു കോൾ പോലും വന്നില്ല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. മെഗാസ്റ്റാറിന്റെ സിനിമയ്ക്ക് ഫാൻസ് എല്ലാവരും കാത്തിരിക്കുന്ന പോലെ മഹിയുടെ കോളിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതേപോലെ പടം ഇറങ്ങി പിന്നെ മഹീന്റെ അടുത്ത് എനിക്കൊരു കോൾ വന്നു. ഹലോ, നീ എവിടെയായിരുന്നു ഇത്രയും നാളായിട്ട്? ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. 1 hour പാർട്ടിലേക്ക് വാ, എനിക്ക് സംസാരിക്കാനുണ്ട്. ഓക്കെ ഓക്കെ, 1 hour കാണണമെന്നോ? പയ്യന്മാരെപ്പോഴും പറഞ്ഞ സമയത്ത് വരില്ല, പെണ്ണുങ്ങൾ പറഞ്ഞ സമയത്ത് റെഡിയാവില്ല. പക്ഷെ അന്ന് രണ്ടും ഒരേ സമയത്ത് നടന്നു. സിഗരറ്റ്, മദ്യം, പാൻ, ഗുട്ക, ഗഞ്ച, ഡ്രഗ്സ്, ഇതിനേക്കാൾ ഉപരി പയ്യന്മാർക്ക് അവരുടെ പ്രണയിനെയും സാരിയിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു കിക്കുണ്ടാവില്ല. നീ എന്തായിരുന്നു ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അബിയുടെ കൂടെയല്ലേ, അതാ ഹാപ്പി ആയിരിക്കുന്നത്. ഓ, അതാണോ അതോ നിന്റെ വീട്ടിൽ വീണ്ടും എന്തെങ്കിലും? അബി, ആദ്യം എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് പറ. പറയണോ പറയണ്ടോന്ന് എനിക്കറിയില്ല. നിന്നെ കാണാൻ ശരിക്കും സെക്സി ആയിട്ടുണ്ട്. ആ? നീ ചോദിച്ചോണ്ടല്ലോ പറഞ്ഞ. ശരി, നീ വണ്ടി കയറ്. അല്ല, എവിടെയെങ്കിലും പോകുമ്പോ എവിടേക്കാ പോകുന്നെന്ന് ചോദിക്കാൻ പാടില്ലല്ലേ? അതെ, ചോദിക്കാൻ പാടില്ല. ഓ, ബോർഡ് നോക്കാതെ ബസ്സിൽ കയറിയാതെ എവിടേക്കാ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പൊ അതുപോലെയാണ് എന്റെ സിറ്റുവേഷനും. അവളോട് പേരുന്ന ആ നിമിഷം സ്വർഗം പോലെയായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ബിരിയാണി ചെയ്തു കൊണ്ടു തന്നു. ഒരുപാട് സംസാരിച്ചു, ഒരുപാട് തമാശകൾ പറഞ്ഞു ചിരിച്ചു. എന്റെ കൂടെ ബുക്ക് ക്രിക്കറ്റും കളിച്ചായിരുന്നു. മാത്രമല്ല എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കും കൊണ്ടുപോയി. പക്ഷെ എനിക്ക് സ്വർഗത്തിന്റെ അപ്പുറത്തെ സ്റ്റോപ്പ് നരകമായിരിക്കും എന്നൊരു തോന്നൽ. അബി, ഇതാ നിനക്കൊരു കോസ്റ്റ്ലി ഗിഫ്റ്റ്. ഏയ്, നീ എനിക്ക് കോസ്റ്റ്ലി ഗിഫ്റ്റ് തരുന്നോ? ഓ മൈ ഗോഡ്, ആർ യു ഓക്കേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹലോ, ഞാൻ തന്ന മോതിരോട് പോയി. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാവിലെ തൊട്ട് വായടയ്ക്കാതെ സംസാരിച്ചിരുന്ന പെണ്ണ് വൈകുന്നേരം സൈലന്റ് ആയെങ്കിൽ എന്തോ ഒരു പ്രളയം സംഭവിക്കാൻ പോകുന്നതെന്നർത്ഥം. ഇവിടെ വന്നിട്ട് 1/2 an hour ആയി. എന്തോ പറയണമെന്ന് പറഞ്ഞില്ല. പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അന്ന് മഴയുണ്ടാവാനുള്ള യാതൊരു സാധ്യതയുണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ ഹൃദയത്തിൽ ഇടിയും അവളുടെ കണ്ണുകളിൽ ഭയവും ഉണ്ടായിരുന്നു. ഞാൻ തന്ന മോതിരമുള്ള സ്ഥലത്ത് വേറൊരു മോതിരമുള്ളപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, നീ ഇനി എന്റെ അല്ലെന്ന്. കാണിച്ചേ, പുതിയതല്ലേ, ഇനി പഴയതായിക്കോളും. ദേ, സിം ദൂരെ കളഞ്ഞു. ഇനി വിളിക്കാൻ പറ്റില്ല, കോൾസ് വരില്ല. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തോളെ. ഇനി എന്റെ പ്രേം ഒരിക്കലും നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. യുനോ, ഇൻ ഫ്യൂച്ചർ സിനിമ തിയേറ്ററിലോ ഷോപ്പിംഗ് മോളിലോ നിന്റെ ഹസ്ബൻഡ് കൂടെ എന്റെ മുന്നിൽ വന്ന എനിക്കറിയാത്ത പോലെ ഞാൻ പൊയ്ക്കോളാം. ഐ സ്വെയർ, ഐ പ്രോമിസ്. ബട്ട് നിനക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഒരുത്തനുള്ളത് നീ മറക്കരുത്. ബൈ ചാൻസ് എനിക്ക് കല്യാണമായാൽ മാത്രം പഴയ ഫോട്ടോയിൽ പോലെ നീ എന്നെ തരരുത്. ഓക്കെ?
കാരണം നീ എനിക്ക് ചെയ്ത പോലെ എനിക്ക് എന്റെ വൈഫിനെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാ നീ തന്ന കോസ്റ്റ്ലി ഗിഫ്റ്റ്, എക്സ്പയറി ആയ മെഡിസിൻ ജീവനെ തന്നെ അപകടമാണ്. ബട്ട് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? ഹലോ, ഞാൻ മരിക്കാനൊന്നും പോകുന്നില്ല എന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാൻ. പക്ഷേ ഇതുപോലത്തെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി എന്റെ ജീവിതത്തിൽ വെളിച്ചം കാണിച്ച പോലെ നീ ഫീൽ ചെയ്ത്. എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ. ഐ ജസ്റ്റ് വാണ്ട് ടു സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് വിത്ത് യു. നിന്നോടൊരു കാര്യം പറയട്ടെ, പയ്യന്മാരെ പുറത്ത് കാണുമ്പോൾ കളിപ്പിള്ളേരെ പോലെ തോന്നിയാലോ മനസ്സിനകത്ത് സീരിയസ് ആയിട്ട് പ്രേമിക്കും. പക്ഷെ പെണ്ണുങ്ങളോ സീരിയസ് ആയിട്ട് പ്രേമിക്കുന്ന പോലെ കാണിച്ചാലും അവരുടെ മനസ്സിന് എളുപ്പത്തിൽ വലിച്ചെറിഞ്ഞാളെ. എനിവേസ്, എന്നെ പോലുള്ള കാമുകന്മാരെ പ്രേമത്തിൽ തോറ്റുപോയി കഴിഞ്ഞാൽ പറയുന്ന ഡയലോഗ്, നീ എവിടെയാണെങ്കിലും ആരോടൊപ്പം ആണെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കേ. ജസ്റ്റ് ബി ഹാപ്പി. നീ നടന്നാണ് പോകുന്നേ? ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. നീ എപ്പോഴും എന്നെ ഡ്രോപ്പ് ചെയ്തു എന്റെ ലൈഫിൽ നിന്ന്. ഇനി ഞാൻ എങ്ങനെ പോലെ നിനക്കെന്താ? നീ എന്നെ ഓർത്തോണ്ട് ലൈഫ് വേസ്റ്റ് ചെയ്യരുത്. നീ ആരെങ്കിലും കല്യാണം കഴിക്കണം. കറണ്ട് പോയി കഴിഞ്ഞാൽ ഇരുട്ട് തന്നെ ഇരിക്കണമെന്നുണ്ടോ? ഒരു മെഴുകുതിരി കത്തിച്ചു കളയും. പെണ്ണുങ്ങളുടെ പ്രശ്നം ചെറുതാണെങ്കിലും അവരത് കണ്ണീരിലൂടെ കരഞ്ഞു ഒഴിവാക്കും. പക്ഷെ ആണുങ്ങളോ എത്രയാണെങ്കിലും അത് മനസ്സിന്റെ ഉള്ളിൽ തന്നെ വെച്ച് വിഷമിച്ചുകൊണ്ടേയിരിക്കും.